ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് ഞങ്ങളുടെ സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്ത ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷനെ കുറിച്ചിട്ടാണ് പറയാൻ വന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ പോയ ഉടനെ തന്നെ ഇതുപോലെ എല്ലാവർക്കും ഓരോ ഫ്ലവേഴ്സ് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇത് സ്റ്റുഡൻറ്റ് കൗൺസിലും അതുപോലെ ഞങ്ങളുടെ സിസ്റ്റേഴ്സും ചേർന്നിട്ടാണ് ഈ പ്രോഗ്രാം സെറ്റ് ചെയ്തത്. ടീച്ചേഴ്സ് ഒന്നും ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല. കണ്ടോ, ആദ്യം തന്നെ ഇതുപോലൊരു ബുള്ളറ്റിൻ ബോർഡ് ഡെക്കറേഷൻ ടീച്ചേഴ്സിനെ ലൈറ്റ് ഹൗസിന് ഉപമിച്ചിട്ടാണ് ചെയ്തിരുന്നത്. എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഫോട്ടോസ് അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ, ഇതുപോലെ ടീച്ചേഴ്സിനെല്ലാം ലൈനായിട്ട് നിർത്തി ഇതുപോലെ 3 കുട്ടികളാണ് ഞങ്ങളുടെ ഇങ്ങനെ ലൈനാക്കി അങ്ങനെ കൊണ്ടുവന്നത്. ഇതിൽ ഫ്രണ്ടിൽ നിന്ന കുട്ടിയുടെ കയ്യിൽ ലൈറ്റ് ഹൗസിൻ്റെ പിക്ചറായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ സൈഡിൽ നിന്ന 2 പേരുടെ കയ്യിലും ലാമ്പാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ലൈനായിട്ട് പോയതിന് ശേഷം തന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ബൊക്കെ അതുപോലെ തന്നെ ഒരു ടീച്ചേഴ്സ് ഡേ വിഷസ് ചെയ്ത ഒരു കാർഡ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലൈറ്റ്നിങ് ലാമ്പോടുകൂടി തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ തന്നെ പിള്ളേരുടെ കലാപരിപാടികൾ ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങളിതൊന്നും കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഒന്നുമില്ലായിരുന്നു. എല്ലാം സ്റ്റുഡൻറ്റ് കൗൺസിൽ മെമ്പേഴ്സും അതുപോലെ തന്നെ ഞങ്ങളുടെ സിസ്റ്റേഴ്സും കൂടി ചേർന്നിട്ട് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു ഇത്. അതിനുശേഷം ടീച്ചേഴ്സിനെ 3 ഗ്രൂപ്പായിട്ട് പിരിച്ചിട്ട് 3 സൈസിലുള്ള ഗെയിംസ് ഉണ്ടായിരുന്നു. എന്നിട്ട് കുട്ടികൾ കുറേ ഗിഫ്റ്റ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് നോട്ടർഡേം സ്കൂളിൽ നിന്ന് എല്ലാ ടീച്ചേഴ്സിനും തന്നിട്ടുള്ള ഒരുപോലത്തെ സാരിയാണ്.
ഇത് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത് ഓണത്തിന് മുൻപേ. എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ടീച്ചേഴ്സ് ഡേയും ഓണവും ഒരേ ദിവസം വരുന്നത് കൊണ്ട് അന്ന് നമുക്ക് ലീവായിരുന്നു. അതുകൊണ്ട് നേരത്തെയാണ് ഞങ്ങളിത് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ സാരി ഓണത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഇടാൻ വേണ്ടിയിട്ട് വാങ്ങി തന്നതാണ്.